ഒരുപാട് ആക്ഷൻസ് ഉണ്ട് പടങ്ങൾ മുഴുവൻ. നല്ല മൊത്തം ആക്ഷൻസ് ആണ്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടിരിക്കുമ്പോൾ ഒരു ഗെയിം കളിക്കുന്ന ഒരു ഫീലില്ലേ, അത് നമുക്ക് തോന്നും. ആക്ഷൻസ് ആണെങ്കിൽ അതൊക്കെ രസമാണ്, പക്ഷെ കണക്ട് ചെയ്യുന്നില്ല എന്ന് ഒറ്റ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് ആക്ഷൻ ഉണ്ടായാലും എത്ര നല്ല ആക്ടേഴ്സ് ഉണ്ടായാലും സിനിമ കൊള്ളാവും. അപ്പോൾ എന്ത് തോന്നുന്നു? സിനിമ നമ്മൾ കണ്ടു, എനിക്കൊന്നുമില്ല ചേട്ടായി. ആദ്യത്തെ പാട്ട് നിറച്ച് ഹിന്ദി മൗലനിഹി. എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ആദ്യത്തെ അരമണിക്കൂർ എന്താന്ന് പറയുന്നത് പോലും എനിക്കറിയത്തില്ല. പിന്നെ കുറേ ആൾക്കാർ വെട്ടിക്കുത്തിക്കൊല്ലുന്നതൊക്കെ കണ്ടു. രണ്ടാമത്തെ പാട്ട് മുഴുവൻ ഇംഗ്ലീഷ്. ആ സബ് ടൈറ്റിൽ വായിച്ചിട്ട് ഇതെന്താ പറയുന്നതെന്ന് മനസ്സിലായി വരുമ്പോഴത്തേക്കും കഥ അങ്ങെത്തും. അതുകൊണ്ട് ആദ്യത്തെ ഹാഫ് മൊത്തത്തിൽ കിളി പാറിയൊരവസ്ഥയായിരുന്നു. പിന്നെ ഇതിപ്പോൾ കയ്യും എന്ന് പറഞ്ഞിട്ട് വാച്ച് നോക്കിയാണ് സമയം കഴിഞ്ഞത്. ഏകദേശം ഇവിടുന്ന് ഒരു 7:15 ഇറങ്ങി. ഒരു 8 മണിക്കായിരുന്നു നമ്മുടെ ഷോ. യു എ ടൈം. നാട്ടിലെ സമയം 1.5 മണിക്കൂർ നേരത്തെ, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ ആദ്യം ഒരു നല്ല റിവ്യൂ ഒക്കെ ചെയ്യാൻ നേരി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് അത്ര ഹാപ്പി ആയിട്ട് പോകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ഒരു സിനിമ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എമ്പുരാൻ കണ്ടില്ലെങ്കിൽ അത് നഷ്ട കച്ചവടമാണ്. എമ്പുരാൻ ഇത്രയും രാവിലെ മുതൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. റിവ്യൂ എന്താ ആരായിരുന്നത്തെ വില്ലൻ. പിന്നെ അധികം റിവ്യൂ തോണ്ടണ്ടെന്നൊക്കെ കരുതി. കാരണം അധികം റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരു ഇതായി പോകും. പിന്നെ നമുക്ക് ആകാം വില്ലൻ ആരാന്ന് അധികം സെർച്ച് ഒന്നും ചെയ്തില്ല. കാരണം ആ സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള ആ ഒരു ഇതും നമ്മൾ ആദ്യം അറിഞ്ഞു വെച്ച് പോകുന്ന ഒരിതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും ഉരുട്ടി കൂട്ടി തുള്ളിച്ചാടിക്കൊണ്ടാണ് ഭക്ഷണം പോലും കഴിക്കാതെ നോയമ്പ് സമയമാണ്. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി ഒരു 7 എന്നിട്ട് പോക്കോൺ വാങ്ങാൻ നേരത്തെ 8 മണിയായി. എന്നിട്ട് അവിടെ കിടന്ന് പ്രാഗുമായിരുന്നു. ഷോ ഇപ്പോൾ തുടങ്ങും ഇതെന്താ ഇവന്മാർ തരത്തില്ല ഓടി പിടിച്ച് പോയിട്ട് സീറ്റും കണ്ടുപിടിച്ചിട്ട് ഷോയ്ക്കിരുന്നു. അടുത്ത പടം കണ്ടപ്പം സത്യം ഏറ്റവും വലിയ സത്യം തിയേറ്ററിൽ കയറി ഇരുന്നിട്ട് ഫസ്റ്റത്തെ നന്ദിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പേര് അവിടെ ഇങ്ങനെ തെളിഞ്ഞു വന്നപ്പോൾ എന്തോ ഒരു ബഹുമാനവും എന്താണെന്നും അറിയാത്ത ഒരു വികാരമായിരുന്നു. അപ്പോൾ ശരിക്കും തോന്നി ശരിക്കും നാട്ടിലിരുന്ന് തന്നെ കാണേണ്ട ഒരു സംഭവമായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഫീലായിപ്പോയി. നമ്മുടെ നാട് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു സംഭവമില്ലേ, അതായിരുന്നു അവസ്ഥ. പിന്നെ പടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനും ചേട്ടായി എന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി. കാരണം ഹിന്ദിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ സംശയമായി. കാരണം യു എയിലാണ് ഉള്ളത്. ഇനി യു എയിലായതുകൊണ്ട് ഇനി ഇവിടെ ഹിന്ദി പടമാണോ ഈ റിലീസ് ആക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പരസ്പരം നോക്കി. എന്നാലും ഒരു വിശ്വാസം, ആരും നന്ദിയൊക്കെ മലയാളത്തിലാണല്ലോ വന്നത്. അതുകൊണ്ട് നമ്മൾ ഇരുന്നു. പിന്നെ മൊത്തം കുത്തലും വെട്ടലും ഇതൊക്കെ ആയിട്ട് ഒരു 1/2 മണിക്കൂർ എന്തൊക്കെയായിരുന്നു എന്തോ. പക്ഷെ എനിക്ക് ഹിന്ദി അത്രയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒരു ഡയലോഗ് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ചേട്ടായിക്ക് അത്യാവശ്യം അറിയാം. അതുകൊണ്ട് ചേട്ടായിക്ക് മനസ്സിലായി. കുറച്ച് കഴിയുമ്പോൾ കഥ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. അതിനുശേഷം എന്ത് സംഭവിച്ചു? പല രാജ്യങ്ങളിൽ നമ്മൾ കറങ്ങി. എവിടെയൊക്കെയോ കറങ്ങി. മഞ്ഞുമലകളിലൂടെ സഞ്ചരിച്ചു, മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. എവിടെയാണ് സഞ്ചരിക്കാൻ ബാക്കിയുള്ളത്? പക്ഷെ ഫുൾ ഇംഗ്ലീഷ്. ആദ്യം ഹിന്ദി തീർന്നല്ലോ എന്ന് കരുതി ഒന്ന് ആശ്വസിച്ചിരിക്കുമ്പോ അടുത്ത വീട്ടമ്മക്കും വീട്ടുകാർക്കും ഒരു കാണാൻ പറ്റും. സാധാരണ ആൾക്കാർ ഒരു സാധാരണ മലയാളി ലാലേട്ടൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ലാലേട്ടൻ്റെ അഭിനയത്തിനെ കുറിച്ച് യാതൊരു കുറ്റവും പറയുന്നില്ല. മാക്സിമം അത് ഏറ്റവും നല്ല രീതിയിലാണ് ലാലേട്ടനെ അവതരിപ്പിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത്, നമ്മളതിൻ്റെ കഥയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു മലയാളി ലൂസിഫർ കണ്ട ഒരാൾ സാധാരണ ആ ലെവലൊരു പടം കാണാനായിരിക്കും പോവുക. പക്ഷേ ഇത് ആദ്യത്തെ ഒരു ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ഭാഗമുണ്ടല്ലോ, ഹിന്ദി ഇംഗ്ലീഷ് ഇടയ്ക്ക് ഈ സദ്യക്ക് അച്ചാർ വിളമ്പുന്ന പോലെ സദ്യക്ക് അച്ചാർ വിളമ്പുന്ന തൊട്ട് വെക്കാൻ വേണ്ടിയിട്ട് മലയാളം മാത്രം. പിന്നെ ആദ്യത്തെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിരൽ എണ്ണുമായിരുന്നു. ഒരു 6 സീൻ ഉണ്ടാവുമായിരിക്കും ലാലേട്ടനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 6, അത് ജസ്റ്റ് 1-2 ഡയലോഗും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കാനുള്ളത്. എന്തായാലും
ഇപ്പൊ എത്ര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു 2 സിനിമ കണ്ട് ഇറങ്ങിയ ഫീലായിരുന്നു. ഒന്ന് ഒരു ഇംഗ്ലീഷ് പടം കണ്ടിറങ്ങിയ ഫീലും, ഒന്നൊരു മലയാളം പടം കണ്ടിറങ്ങിയ ഫീൽ. ലാംഗ്വേജ് വിട്ടെ. ഇനി അടുത്തത് നമ്മളിതൊരു സ്പോയിലറാണ്. ഇതിപ്പോ സിനിമ കാണുന്നവർക്ക് മൊത്തം റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്പോയിലർ എഴുതി കാണിക്കാടിയില്ല. ആദ്യത്തെ സിനിമയിൽ ടൊബിനോ എന്ന് പറയാൻ പറ്റില്ല, ജിതിൻ വരുന്ന സമയത്ത് ആ പറയുന്ന ഡയലോഗ് ഉണ്ട്, മുടി ആദ്യം നമ്മൾ കുറച്ച് പൊട്ടത്തരൊക്കെ ആക്കിയിട്ട് എന്താണ് ഇംഗ്ലീഷും മലയാളം കൂടെ സംസാരിക്കാൻ അറിയാം വെപ്രാളത്തോടെ കൂടി വന്നിട്ട് പിന്നെ പെട്ടെന്ന് പറയുന്ന ആ ഡയലോഗ് ഉണ്ട്, മുണ്ട് മടക്കി കുത്തിയെടുക്കാനും പിന്നെ പച്ച മലയാളം സംസാരിക്കാൻ. ആ ഡയലോഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ ഒറ്റ ഡയലോഗ് കൊണ്ട് മലയാളക്കരയുടെ കയ്യടി മുഴുവൻ വാങ്ങിക്കൂട്ടിയ ആ താരം ശരിക്കും റോൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആക്കി കളഞ്ഞു, വില്ലനാക്കി കളഞ്ഞതും പോരാ, അവസാനം കൊണ്ടേ കൊന്നും കളഞ്ഞു. അതെ. പിന്നെ ബാക്കി ഡയറക്ഷൻ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, സ്റ്റോറി, ഡയലോഗ്സ്, പരസ്പര സ്റ്റോറികൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും, സീൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായത്. രണ്ട് സീനുകളും തമ്മിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്താന്ന് അറിയത്തില്ല. അപ്പൊ നമുക്കത് എന്തായാലും കലങ്ങിയില്ല, ചുരുക്കി പറഞ്ഞു കലങ്ങിയില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ആരുടെ ആക്ടിങ്ങിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. കാരണം മാക്സിമം ലാലേട്ടനാണെങ്കിൽ ലാലേട്ടനെ കൊണ്ട് കഴിയാതെ മാക്സിമം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ആണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയ മുഹൂർത്തങ്ങളൊക്കെ കുറവായിരുന്നു. ആദ്യത്തെ 2-3 സീനെല്ലാം കൂളിംഗ് ഗ്ലാസ്സുകൾ മാറ്റി വെക്കുക എന്നുള്ള സീന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 5 ഡയലോഗുകൾ ഉണ്ടല്ല. പിന്നെ ഫസ്റ്റ് ലൂസിഫറിൽ പറയുകയാണെങ്കിൽ എന്റെ പിള്ളേരെ തൊടാൻ ആ ഡയലോഗൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നും മലയാളികളുടെ മനസ്സിലും കീറിയിരിക്കുന്ന ഡയലോഗാണ്. വന്നിട്ടുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. പിന്നെ ഇതിനകത്ത് നാച്ചുറലായിട്ട് തനി മലയാളിയായിട്ട് അഭിനയം കാണിച്ചു വെച്ച ഒരേ ഒരു താരം, അത് നമ്മുടെ സുരാജിനെ മാത്രമാണ് എനിക്ക് സിനിമയിൽ ആകെപ്പാടെ ഇഷ്ടമായിട്ടുള്ളത്. ദഹിക്കാൻ പറ്റിയ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് സുരാജ് മാത്രമാണ് മലയാളത്തിൽ സംസാരിക്കുന്നുള്ളൂ ശരിക്കും പറഞ്ഞാല്. ബാക്കി എല്ലാവരും മൊത്തത്തിൽ പോരാ. ഇതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ബാക്കി പിന്നെ സ്റ്റോറി എങ്ങനെ ഉണ്ടായി? കഥ അത് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ ത്രെഡ് പൊളിറ്റിക്സും പിന്നെ അധോലോകം പൊളിറ്റിക്സും ആണ് മെയിൻ ആയിട്ടുള്ള ട്രെൻഡ്. പിന്നെ നോക്കുവാണെങ്കിൽ കഥേൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൊബിനോ ചെയ്യുന്ന ക്യാരക്ടർ, അതായത് 5 വർഷം കേരളം ഭരിക്കുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് ഇതിനകത്ത് ടൊബിനോനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു, പദവി കിട്ടിയതിന് ശേഷം അത് ദുരുപയോഗം ചെയ്ത് കുറച്ച് കേസുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നു. ഡയലോഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ് ടൊബിനോക്ക് എന്താണ് പറ്റിയത് അതൊന്നുമില്ല. പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളെയും കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും, ഇത് ആരൊക്കെയാ എന്തൊക്കെയാ സ്റ്റോറി വന്നേക്കുന്നതെന്ന്. 3 പൊളിറ്റിക്കൽ പാർട്ടീനെ പറ്റിയിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ കാണുന്നവരെ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക, കണ്ടിട്ട് എന്താണ് ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ അധികം അങ്ങ് ഇറങ്ങുന്നില്ല. നമ്മൾ കണ്ട കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ആ കുട്ടി, ആ ചുരുണ്ട മുടിയുള്ള കുട്ടി, അവൻ നല്ലതായിട്ട് ആക്ട് ചെയ്ത നല്ല സൂപ്പർ. പുള്ളി ആ ചുരുണ്ട മുടിയുള്ള കുട്ടി നല്ല. പിന്നെ സുരാജ് ആ കുറച്ച് ഉള്ളെങ്കിലും അത് പൊളിയായിരുന്നു. പിന്നെ ആദ്യത്തെ സീൻസ് ഒക്കെ എനിക്ക് തോന്നുന്നത് ആദ്യം ഗണ്ണും എല്ലാം ഫൈറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ കൊടുവാളും കത്തിയെല്ലാം എടുത്തിട്ടാണ് ഫൈറ്റ് വരുന്നത്. അപ്പൊ നമുക്കൊരു പിന്നെ ഒറ്റ കാര്യം, ഹിന്ദി സംസാരിക്കുന്ന എല്ലാവരും വില്ലന്മാരാണ്. മലയാളീസ് മാത്രമേ നല്ലവരായിട്ടുള്ളൂ. അതെ, ഹിന്ദി സംസാരിക്കുന്ന ഇതില് അവരെല്ലാരും വില്ലന്മാരായിരിക്കും. ലൂസിഫർ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ വെച്ചിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ലൂസിഫർ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ലൂസിഫർ ഒരു ഒന്നാം തരം സ്റ്റോറിയാണ്. അതിനെ വെല്ലാം എമ്പുരാനെ കൊണ്ട് പറ്റൂല. കാരണം ലൂസിഫറിന് വ്യക്തമായിട്ടുള്ളൊരു കഥയുണ്ട്, ഒരവസാനമുണ്ട്. അത് കുറേ ഫൈറ്റും ആക്ഷൻ സീൻസും മ്യൂസിക്കൊന്നും ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ഇതൊക്കെ ധാരാളമുണ്ട്. ഓരോ അഭിനേതാക്കളും നല്ലോണം പെർഫോം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ സീൻസ് ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കണക്ട് ആവുന്നില്ല. പിന്നെ ലാസ്റ്റ് സീനിൽ അവർ തേർഡ് പാർട്ട് എന്നുമായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ടാണ് സിനിമ ഫിനിഷ് ചെയ്തത്. നമ്മൾ അത്രയും പ്രതീക്ഷ വെച്ചിട്ട് പോയിട്ട്
അത്രയും പ്രതീക്ഷ വെച്ചിട്ട് പോയിട്ടുള്ള പടമാണ് എമ്പുരാൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ലൂസിഫറിനെ പറഞ്ഞു എമ്പുരാൻ. അതായത് രാവിലെ മുതൽ ഇവിടെ കിടന്നിട്ട് റിവ്യൂ നോക്കുന്നു, ലാലേട്ടൻ്റെ പടം ആരോ വീട്ടുകാരോട് വിളിച്ചു പറയുന്നു. അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തു 2 ആഴ്ച മുമ്പ്. ഇന്ത്യൻ മണി ഏകദേശം 3000 രൂപയോളം വരും ഇവിടുത്തെ ടിക്കറ്റിന്. ദർഹം വരും. വേറെ രാത്രി 12 മണിക്ക് ഫുഡ് കഴിച്ച് തിരിച്ചൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇന്ന് കണ്ടിട്ട് നെറ്റ് കമന്റ് പറയുന്നവർക്ക് പറയാം, പോസിറ്റീവ് പറയുന്നവർക്ക് പറയാം, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അപ്പം ടാറ്റാ. ഹലോ, എമ്പുരാൻ കാണാൻ പോകാനുള്ള ഒരുക്കപ്പാടാണ് കേട്ടോ. നമ്മൾ 8 മണിൻ്റെ ഷോ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ചേട്ടായി ഓഫീസിൽ നിന്ന് വന്നത്. എന്തായാലും നമ്മൾ പണം കാണാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയത്തില്ല. രാവിലെ മുതൽ ഓരോ റിവ്യൂകളായിട്ട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് പോകുന്നത്. പിന്നെ UAE-ലാണ് നമ്മളുള്ളത്. UAE ഷാർജയിൽ സിറ്റി സെൻറ്ററിലാണ് നമ്മൾ പടം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ തിയേറ്ററിൽ നിന്ന്. ടാറ്റാ.